ഞാൻ അവളും കൂടി സംസാരിച്ചത് 11-ാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കറങ്ങിട്ടാണ് വിളിച്ചിട്ട് ഞാൻ അവൾക്ക് എന്താണ് കാര്യം ചോദിച്ചപ്പോൾ എനിക്കിത് സഹിക്കാൻ വയ്യടി, എനിക്ക് നിൽക്കാൻ വയ്യ, അയാളെന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അയാൾ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവളെ. ഇപ്പോൾ ഈ മാസത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ്. മനസ്സിലാവുന്നില്ല കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കടുങ്കൈകൾ ചെയ്യുന്നത്? ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിയമ സംവിധാനമുള്ള രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? ജീവിതം മടുത്തു പോയെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ജീവിതം നിങ്ങൾ പിരിയുക. അല്ല, ജീവനല്ല പിരിയേണ്ടത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ പിരിയുക. പുറത്തുള്ള എല്ലാവർക്കും പറയാം അവൾക്ക് ജോലിയില്ലേ, അവൾക്ക് ജീവിച്ച് കാണിച്ചുകൂടെ എന്നൊക്കെ എല്ലാവർക്കും പറയാൻ സാധിക്കും. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വിഷമം അറിയാവൂ. എന്നിരുന്നാൽ പോലും ഇത് കാണുന്ന സഹോദരിമാരോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഒരു 10,000 പ്രാവശ്യം ഈ ലോകം നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മരിച്ചു കളയാനുള്ളതല്ല മക്കളെ നിങ്ങളുടെ ജീവിതം. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ഉളുപ്പില്ലാത്ത നാറികളെ നിനക്കൊക്കെ ചത്തൂടെ. കയ്യൂക്ക് പെണ്ണിന്റെ മണ്ടയ്ക്ക് കാണിച്ചിട്ടല്ല ആണത്തെ തെളിയിക്കുന്നത്. വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ ഉള്ള ആളുകളുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവൻ കളഞ്ഞുള്ള പ്രതികാരവും വിഷമവും നിങ്ങൾ ചെയ്യരുത്.